ഹായ് ഡിയേഴ്സ്, KP ടേസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ചോറാണ്. ബിരിയാണിയേക്കാളും ടേസ്റ്റും ബിരിയാണീൻ്റെ അത്ര മസാലകളൊന്നും ആവശ്യമില്ലാത്തതുമായ ഒരു പ്രത്യേക ചോറാണിത്. അതിനുവേണ്ടി 1/2 കിലോ ചെമ്മീൻ നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മസാലകളൊക്കെ ചേർക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിൻ്റെ മസാലകളൊക്കെ ഒന്നതിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളിങ്ങനെ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് അതിലേക്ക് നമുക്ക് ഇതോരോന്നോരോന്നായി പൊരിച്ചെടുക്കണം. ഒരു ഭാഗം വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കത് മറിച്ചിട്ടിട്ട് അടുത്ത ഭാഗം കൂടി ഒന്ന് പൊരിച്ചെടുക്കാം. ഒരു പാത്രത്തിൽ തന്നെയാണ് നമ്മളെല്ലാം ഇത് ഉണ്ടാക്കുന്നത്. വേറൊരു പാത്രത്തിൻ്റെ ആവശ്യമില്ല. ചെമ്മീനൊക്കെ നല്ലവണ്ണം പൊരിച്ചു കഴിഞ്ഞ് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. പൊരിച്ചെടുത്ത നമ്മുടെ ചെമ്മീൻ ഇത്രയേ ഉള്ളൂ. അടുത്തതായി ഇതിനു വേണ്ടി കുറച്ച് മസാലകൾ അരിയാനുണ്ട്. 2 തക്കാളി, 2 ഉള്ളി, 2 പച്ചമുളക് എന്നിവയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ചെമ്മീൻ പൊരിച്ച അതേ പാത്രത്തിൽ ആ വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. തക്കാളിയും ഉള്ളിയും ഒക്കെ ഒരുമിച്ച് തന്നെ ഇട്ടാൽ മതി. കുറച്ച് കറിവേപ്പിലയും ഇടാം. ബിരിയാണി പോലെ മറ്റെല്ലാ മസാലകളൊന്നും ഇതിൽ ചേർക്കാറില്ല. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. നമുക്കിത് ചെറിയ തീയിൽ ഇട്ടുകൊണ്ട് ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് വാട്ടിയെടുക്കാം. അടുത്തതായി ഇതിലേക്ക് ആവശ്യമുള്ളത് 1/2 മുറി തേങ്ങ ചിരവിയതാണ്. അത് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയും കുറച്ച് വാടിയിട്ടുണ്ട്. നമുക്കിനി നമ്മൾ കഴുകി വെച്ച നെയ്ച്ചോറിൻ്റെ അരി ഇതിലേക്കിടാം. ഒരു 5 മിനിറ്റ് അരി കഴുകി വെക്കുന്നത് നല്ലതാണ്. മസാലയുമായി അരി ഒന്ന് മിക്സ് ആക്കാം. നമുക്കിങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കാം. കുറച്ച് നേരം നമുക്കിങ്ങനെ മസാലയുമായി പിടിക്കാൻ വേണ്ടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മസാലയുമായി അരി ഒന്ന് പിടിച്ചു കഴിഞ്ഞു. നമുക്കിതിലേക്ക് നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലയുടെ പൊടിയും ഏലക്കാപ്പൊടിയും ചേർക്കാം. ചോറിലേക്ക് ഇതിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ചിരവി വെച്ച തേങ്ങാപ്പീര ഇതിലേക്ക് ചേർക്കാം. ഒന്നുകൂടി ഇതൊക്കെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് പൊരിച്ചു വെച്ച ചെമ്മീൻ ഓരോന്നായിട്ട് പകുതി ഇതിലേക്കിടാം. പകുതി പൊരിച്ചത് നമുക്ക് ചോറിൻ്റെ മുകളിലിടാൻ വെക്കാം. ചെമ്മീൻ ഇട്ടതിന് ശേഷം നമുക്കൊന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനുമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുതേ. ഇനി നമുക്കിതിലേക്ക് ചുടുവെള്ളം ആവശ്യത്തിന് ചേർക്കാം. അരി മുങ്ങിത്തക്ക വിധത്തിലുള്ള വെള്ളം ചേർത്താൽ മതിയാകും. നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്കിതിൻ്റെ മുകളിലായി കുറച്ച് മല്ലിച്ചപ്പിടാം. അങ്ങനെ നമ്മുടെ ചോറ് ഒന്നുകൂടി ഇളക്കി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ ചെമ്മീൻ ചോറ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ നമ്മുടെ ചോറ് നല്ലവണ്ണം വെന്ത് കഴിഞ്ഞു. നമുക്കൊന്ന് മൊത്തത്തിൽ ഇളക്കിയെടുക്കാം. എന്നിട്ടൊന്നിങ്ങനെ ആക്കിയിട്ട് നമുക്ക് പൊരിച്ച് വെച്ച ബാക്കി ചെമ്മീൻ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇടാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.